അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സുകൊണ്ട് നന്നായി ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുക, ഒരു മൂമിനാവുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിൽ നിന്നും നമ്മെ അകറ്റിപ്പോകുന്നു, നമ്മൾ അകന്നു പോകുന്നു എന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നത് ആരും അറിയുന്നില്ല. അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും നമ്മുടെ സംസാരത്തിൽ അധികവും കടന്നു വരാറുണ്ട്. സംസാരത്തിൽ ഇങ്ങനെ വരിക വഴി അത് ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. മഹാന്മാരായ ഹദീസ് വ്യാഖ്യാന പണ്ഡിതന്മാർ പറയുന്നത് ഫഇന്നൽ ലിസാന ഖലീഫത്തുൽ ഖൽബ് എന്നാണ്. ഹൃദയത്തിൽ തോന്നുന്ന ആശയത്തെ നാവിൽ അവതരിപ്പിക്കുന്ന പോലെ നാവിൽ വരുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ആശയത്തിൽ മാറ്റം വരുത്തുന്നു എന്നാണ്. നിലപാടിലും ചിന്തയിലും മനോഭാവത്തിലും വിശ്വാസത്തിലും ഒക്കെ മാറ്റങ്ങൾ വരാണ്. അപ്പൊ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് നമ്മുടെ നാവിൽ പറയുന്നു എന്നുള്ളതാണ്. പടച്ച റബ്ബ് നല്ലൊരു സംസ്കരണ ബോധം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ബോധ്യപ്പെടുക എന്നുള്ളിടത്ത് റബ്ബിന് ശുക്ർ ചെയ്യൽ നമ്മൾ പതിവാക്കിയാൽ, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൽ അല്ലാഹ് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്നാണ്. നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാൻ ഓർക്കും. ഇതിന്റെ വ്യാഖ്യാനമായ ഒരു ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഓർക്കുന്നതിനേക്കാളും നല്ല രീതിയിലായിരിക്കും അള്ളാഹു നമ്മെ ഓർക്കുക. അള്ളാഹുവിന് നമ്മെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ, ഓർമ്മ അല്ലെങ്കിലും അവനുണ്ട്, അവനെ ഓർത്തതിന്റെ പേരിലുള്ള ഒരു പരിഗണന നമ്മോട് ഉണ്ടെങ്കിൽ എന്നാണ് അതിനർത്ഥം. നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നെ ഓർക്കേണ്ടത് എന്റെ വഴിപ്പാട് കൊണ്ടാണ്, ഞാൻ നിങ്ങളെ ഓർക്കുന്നത് എന്റെ മഗ്ഫിറത്ത് കൊണ്ടാണ് എന്ന് ഇതിനെ അർത്ഥമായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ കാണാം ഫദ്കുറൂനി ഫീ മഹ്ദിക്കും, നിങ്ങളുടെ തൊട്ടിൽ മുതൽക്ക് നിങ്ങൾ എന്നെ ഓർക്കാണെങ്കിൽ നിങ്ങളെ ഞാൻ ഓർക്കുന്നത് ഫീ ലഹദിക്കും, നിങ്ങളുടെ ഖബറിൽ ഓർക്കും. അത്രേ, ഖബറിൽ അള്ളാഹു നമ്മെ ഓർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് വഹുവ തസ്ബീതു ബിൽ ഖൗലി സാബിതി ഹീന യസ്അലുഹുൽ മലക്കാനി ഫീ ഖബ്രിഹി അൻ റബ്ബിഹി വഅൻ ദീനിഹി വഅൻ നബിയിഹി. നമ്മൾ ഖബറിൽ പോയി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ റബ്ബിനെ പറ്റി ചോദിക്കുമ്പോഴും നബിയെ പറ്റി ചോദിക്കുമ്പോഴും ദീനിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മലക്കുകളുടെ ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ ഉത്തരം പറയാനുള്ളതായ ഒരു പ്രാപ്തി നമുക്ക് തരാനായി അള്ളാഹു നമ്മെ നമ്മുടെ ഖബർ ജീവിതത്തിലേക്ക് ഓർത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന് അർത്ഥം എന്ന് പല മഹാന്മാരും പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്രതികരണം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റബ്ബ് പ്രതികരണം നിരന്തരമുള്ള ഒരു പ്രത്യേകത അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും. ഇലാഹി സങ്കല്പത്തിൽ, ഒരു ഈശ്വര സങ്കല്പത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഈ പ്രതികരണം എന്നുള്ളതാണ് എന്നതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാ. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ പ്രതികരണം പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വതഅദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് ഖുർആനിൽ ഒരു ആയത്ത് തന്നെ കാണാം, സൂറത്ത് ഇബ്രാഹിം. അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുന്നത് അവന് നമ്മൾ നന്ദി ചെയ്താൽ അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ കൂട്ടിക്കൂട്ടി തരും എന്നുള്ളതാണ്. റബ്ബിന്റെ പ്രതികരണം അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് അവനെ ഓർക്കുകയും അവന് നന്ദി ചെയ്യുകയും അവന് വഴിപ്പെടുകയും അവനോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന്റെ പ്രതികരണം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെയല്ല. സൃഷ്ടിയും തമ്മിലുള്ള പ്രതികരണവും സൃഷ്ടിയും തമ്മിലുള്ളതായ പ്രവർത്തനവും അതിന്റെ പ്രതികരണവും തുല്യവും വിപരീതവുമാവണമെന്നാണ്. സൃഷ്ടിയും തമ്മിലുള്ള പ്രവർത്തനവും അതിന്റെ പ്രതിപ്രവർത്തനം എന്ന പ്രതികരണവും തുല്യവും വിപരീതവുമാവണം എന്നുള്ളതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് സൃഷ്ടിയും തമ്മിലുള്ളതായ പ്രവർത്തനവും അതിന്റെ പ്രതികരണം അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം തുല്യമായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ അങ്ങനെയല്ല. സൃഷ്ടാവിൻ്റെത് തുല്യമല്ല,
അതിന്റെ നേരെ വിപരീതമല്ല, വിപരീതമായിരിക്കാം ഒരു പക്ഷെ സൃഷ്ടാവിന്റെ പ്രതികരണം സൃഷ്ടി അങ്ങോട്ട് കാണിച്ച പ്രവർത്തനത്തെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും. ല ഇൻ ശക്കർത്തും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ല അസീദന്നക്കും, ചെയ്ത ശുക്രിനനുസരിച്ചുള്ളതല്ല ഞാൻ തരാം, ഞാൻ അതിൽ കൂടുതൽ തരും. അപ്പൊ ഇങ്ങനെയുള്ള റബ്ബിനെ മറന്നിട്ടുള്ള ഒരു രംഗവും നമുക്ക് പാടില്ല. ഉദുഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം തരും. റബ്ബിന്റെ പ്രതികരണ എവിടെയും നമുക്ക് കാണാനുള്ളത്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ബോധ്യപ്പെടാം. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ അള്ളാഹിനെ ബോധ്യപ്പെട്ട ആളുകൾ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹിനെ ബോധ്യപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിനെ ബോധ്യപ്പെട്ട ആളുകളോട് അള്ളാഹുവിന്റെ കാരുണ്യം ചേർന്നു നിൽക്കുന്നു എന്ന് ഖുർആൻ. അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ആളുകൾ, മുഹ്സിനീങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്നുള്ളടത്ത് അള്ളാഹുവിന്റെ സഹായം സുനിശ്ചിതമാണ്. ബോധ്യപ്പെട്ട അള്ളാഹുവിനെ സർവ്വതും ഏൽപ്പിച്ചോടത്ത് അള്ളാഹു മതി. ആ കാര്യത്തിന് ഏത് പ്രതിസന്ധിയിലും അള്ളാഹു മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖബറിലേക്കുള്ളത് നേരത്തെ തയ്യാറാക്കല, അള്ളാഹുവിനെ ഓർക്കൽ. നേരത്തെ പറഞ്ഞ ആയത്ത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങളുടെ ജനനം മുതൽക്ക് തൊട്ടിൽ മുതൽ എന്നെ ഓർക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ഖബർ മുതലുള്ളോടത്ത് നിങ്ങളെ ഞാൻ ഓർക്കും. അത് കുറുക്കും ഫീ ലഹദിക്കും എന്ന് ഈ ആയത്തിന് അർത്ഥം മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ സ്മരണയിലൂടെ നമ്മുടെ ഖബറിലേക്കുള്ള ചില സമ്പാദ്യങ്ങളിലേക്കാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്മരണ നമ്മുടെ നാവിൽ കൊണ്ടുവരണം പരമാവധി എന്നുള്ളതാണ്. മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എത്രയോ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണിത്, വീണ്ടും പറയാം, കാരണം അതിന്റെ പ്രാധാന്യം അങ്ങനെയാണ്. നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കാൻ വരുമ്പോൾ നമ്മൾ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. എഴുന്നേൽക്കാണെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാനേ അള്ളാഹ് പടച്ചോനെ, അങ്ങനെ ഒരു റബ്ബുമായി ടച്ച് ചെയ്തുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സുന്നത്തായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഫിഖ്ഹിന്റെ കിതാബുകൾ ഇത് രേഖപ്പെടുത്തിയതായി ഓർക്കുന്നു. ഇരുന്നോടത്ത് നിന്ന് എണീക്കുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കുത്തി എണീക്കുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കുക, അതൊരു വയ്യാത്ത അവസ്ഥയെ ബോധ്യപ്പെടുത്തലല്ല. ചിലരിങ്ങനെ ഉണ്ട്, അത് രോഗവും പ്രയാസവും കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉള്ള കുറെ വയസ്സന്മാർക്ക് പറഞ്ഞിട്ടുള്ള, കുറെ ഉപ്പുപ്പമാർക്കും ഉമ്മുമ്മമാർക്കും പറഞ്ഞിട്ടുള്ള ഡയലോഗാണിത് എന്നാ ചിന്തിക്കുന്നത്. അല്ല, ഒന്ന് ഇരുന്നോടത്തുനിന്ന് കയ്യുത്തി എണീക്കുമ്പോൾ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും പറയണം അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എണീക്കണം. ഇരിക്കുമ്പോഴങ്ങനെ, നിൽക്കുമ്പോഴങ്ങനെ, എന്തെങ്കിലും വാങ്ങുമ്പോൾ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അള്ളാഹ് അള്ളാഹ് അള്ളാഹ്. ഏതൊരു പ്രവൃത്തിയോടും അള്ളാഹ് എന്ന ലഫ്ദിനെ ചേർത്ത് ടച്ച് ചെയ്ത് പറയല് ചെയ്യല് സുന്നത്തായി മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വല്യമ്മയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ജമാഅത്തുൽ ആഖിർ 15-ന് ഇക്കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് അവർ മരണപ്പെട്ടു. അള്ളാഹു തആല ഖബർ വെളിച്ചാക്കട്ടെ. ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ അള്ളാഹ് പടച്ചോനെ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ ഒരു രീതി, അവരൊക്കെ വലിയ കിതാബുകൾ ഓതിയിട്ടോ ഒന്നും അല്ല, പക്ഷെ അവർ ശീലിച്ചു പോന്ന പൂർവികരിൽ നിന്നും പകർന്നെടുത്ത ദീനിന്റെ ഒരു ചൈതന്യമായിരുന്നു അത്. നമുക്കും അത് സാധിക്കണം. എന്തിനാണ് ഇത് പറഞ്ഞത്? അള്ളാഹുവിനെ അകറ്റി നിർത്തുന്ന ഒരു സന്ദർഭവും നമുക്കുണ്ടാവാൻ പാടില്ല. എപ്പോഴും അവനെ ഓർക്കണം. ഓർത്താൽ അത് കുറുക്കും, നിങ്ങളെ ഞാൻ ഓർക്കും. ആ ഓർമ്മ എവിടെ വരെയുണ്ട്? ഖബറിലെ ചോദ്യം വരെ ഉണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നാവിലാണല്ലോ കൂടുതൽ ഈ ഓർമ്മയുടെ വാക്കായ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കൊണ്ടുവരാം. അധികവും ഈ ഓർമ്മയെ കൊണ്ടുവരുന്നതും ആ ഓർമ്മയെ സംരക്ഷിക്കുന്നതും നമ്മുടെ നാവിലൂടെ. എന്നാ കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ആ ഹദീസ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത വർത്തമാനം നിങ്ങൾ കൂടുതൽ പറയല്ലേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കാത്ത വർത്താനങ്ങൾ കൂടുതൽ പറയല്ലേ. ഇപ്പൊ വർത്താനം പറയുമ്പോ എങ്ങനെ പറയണം? ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് അന്ന് അത് വാങ്ങി, അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹുവിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും ഞാൻ അന്ന് 5 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിയിരുന്നു. ഞാൻ 96-ൽ ഹജ്ജിന് പോയ ആളാ, അങ്ങനെയല്ല പറയേണ്ടത്. പടച്ച റബ്ബ് സഹായിച്ച് അൽഹംദുലില്ലാഹ് 1996-ൽ എനിക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞു. അവിടെ റബ്ബ് സഹായിച്ച് ഒരു അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അള്ളാഹനെ സ്മരിച്ചുകൊണ്ടുള്ള വീട് പണി കഴിഞ്ഞോ? കഴിഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടത്. സത്യവിശ്വാസി പറയേണ്ടത് അൽഹംദുലില്ലാഹ് വീട് പണി കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? വളരെ മോശം, അങ്ങനെയല്ല.
അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ റബ്ബിനെ ബന്ധപ്പെടുത്തിയിട്ടേ പറയുള്ളൂ. മക്കൾ എങ്ങനെയുണ്ട്, നന്നായിട്ട് പഠിക്കോ? പഠിക്കൊന്നുമില്ല, വെറുതെ കാശ് കളയണേ, സ്കൂളിൽ കൊണ്ടുപോയി വെറുതെ ഇത്രയും ഫീസ് കൊടുക്കും. അങ്ങനെയല്ല, അൽഹംദുലില്ലാഹ്, വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇത്തിരി മോശമാണ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇങ്ങനെ റബ്ബുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് കാലുവേദന? നല്ല വേദന ഉണ്ടോ? എന്നാലും പറയണം അൽഹംദുലില്ലാഹ്. കാലുവേദന സഹിക്കാവുന്നതേ ഉള്ളൂ, സഹിക്കാവുന്നതായതുകൊണ്ടാണല്ലോ വർത്താനം പറയാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് പുതിയ വാഹനം? അൽഹംദുലില്ലാഹ്. എങ്ങനെയുണ്ട് പുതിയ മരുമകള്? എങ്ങനെയുണ്ട് പുതിയ മരുമകൻ? ഒക്കെ റബ്ബുമായി ബന്ധപ്പെടുത്തി അവനൊരു സ്തുതി അറിയിച്ചും അള്ളാഹുവിന്റെ സ്മരണയെ ബന്ധപ്പെടുത്തിയുമായിരിക്കണം നമ്മുടെ വർത്താനം. ഇനി ഹദീസിലേക്ക് വരാം. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശം ഇല്ലാത്ത വർത്തമാനങ്ങൾ നിങ്ങൾ കൂടുതൽ പറയല്ലേ. എന്താ കാരണം എന്നറിയുമോ? ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി. അള്ളാഹനെ ഉദ്ധരിക്കാത്ത, അള്ളാഹുവിനെ പരാമർശിക്കാത്ത വർത്തമാനം അമിതമായി കഴിഞ്ഞാൽ തുരിസു ഖസുവത്തൽ ഖൽബി, ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം കേറാത്ത അവസ്ഥ ഉണ്ടാക്കും അതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ. വ ഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അല്ലാഹുവോട് ഏറ്റവും അകന്നു നിൽക്കുന്നത്, ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം കേറാത്ത ദൃഢമായ കഠിന മനസ്കനായ മനുഷ്യനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അപ്പൊ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും അല്ലാ എന്ന തോന്നല, അല്ലാ എന്ന വർത്തമാനമാ, അല്ലാ എന്ന ഉച്ചാരണമാ, അല്ലാ എന്ന പരാമർശമാ എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ അങ്ങനെ ഓരോ ഉദാഹരണം എടുത്ത് പറഞ്ഞത് ഇങ്ങനെ ദീർഘമാക്കുന്നില്ല. എവിടെയും റബ്ബിനെ ഓർക്കണം. അത് നമ്മുടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, നിസ്കാരം കഴിയുമ്പോഴല്ല, പലചരക്കടയിലേക്ക് പോകുമ്പോൾ അള്ളാഹിനെ ഓർക്കണം. 1/2 കിലോ മീൻ വാങ്ങാൻ പോകും, അള്ളാഹു അൽഹംദുലില്ലാഹ്, ഇതെങ്കിൽ ഇത് അൽഹംദുലില്ലാഹ്. അങ്ങനെ എല്ലാ സമയവും ഇങ്ങനെ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ. അത് വലിയൊരു കാര്യമാണ് സഹോദര സഹോദരി. ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അവരെ ശരിക്കും ബുദ്ധിയുള്ളവരെന്നാ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ചിന്തയായിട്ട് നടക്കുന്നവർക്ക് ആ ബുദ്ധി. എവിടെ അല്ലാഹ്, എവിടെ അല്ലാഹ്, എവിടെയും അല്ലാഹ്. എങ്ങനെയുണ്ട് പള്ളിയിലെ പുതിയ ഉസ്താദ്? അൽഹംദുലില്ലാഹ്, നല്ല ആളാ. അല്ലെങ്കിലോ അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, പടച്ചോൻ സഹായിച്ച് നല്ലൊരാളെ ഇപ്പൊ കിട്ടിയത്. എങ്ങനെയുണ്ട് പുതിയ സ്ഥാപനം? എങ്ങനെയുണ്ട് പുതിയ വാഹനം? എങ്ങനെയുണ്ട്? എന്ത് ചോദിച്ചാലും എന്ത് മിണ്ടിയാലും റബ്ബ് സഹായിച്ച് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, പടച്ച റബ്ബിന്റെ സഹായം കൊണ്ട് അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ പോണം നമ്മുടെ സംഭാഷണങ്ങൾ. ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സംസാരിച്ച് ശീലിക്കുമ്പോൾ ബുദ്ധി ഉണ്ടാവുന്ന ഈ പ്രകൃതം. കാരണം അവനൊരു വലിയ സത്യം അംഗീകരിക്കുകയാണല്ലോ. ഇതൊക്കെ നശ്വരമാണെന്നുള്ള ബോധം അവനിൽ കൂടെ കൊണ്ടുവരല്ലേ. അള്ളാഹ് സഹായിച്ച് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം, പടച്ചവന്റെ കരുണ കൊണ്ടാണ് ഇത്രയായത്. ഇങ്ങനെയുള്ള ആ ഒരു നശ്വരതയെ ശരിക്കും അവൻ ഉൾക്കൊള്ളാണ്. ഈ ഭൂമി നശിക്കും, ഈ ലോകം നശിക്കും, എല്ലാം നശിക്കാത്തത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്ര, അവന്റെ പ്രതാപം, അവന്റെ പ്രൗഢി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതാപമല്ലാത്ത മറ്റെല്ലാം നശിക്കും. അത് ബോധ്യപ്പെടാ. ഇതിനാ ഈമാൻ എന്ന് പറയുന്നത്. ഇതാ യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ബുദ്ധിമാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. സൂറത്ത് ആൽ ഇംറാൻ. തഹജ്ജുദ് നിസ്കാരത്തിൽ പലരും ഓതുന്ന ആയത്തുകളാണിത്. നല്ലതായി ആയത്ത് ഓതില്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണ് ബുദ്ധിയുള്ളവര്? ഈ ആയത്ത് അതാ പറഞ്ഞത്.
അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, കിടക്കുമ്പോഴും ചെരിഞ്ഞിരിക്കുമ്പോഴും ചാരിയിരിക്കുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും വണ്ടിയിൽ കയറുമ്പോഴും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും എപ്പോഴും 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 യദ്കുറൂനല്ലാഹ്, എപ്പോഴും അല്ലാഹുവിനെ ഓർക്കും. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. ചുമയിരിക്കുമ്പോൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും വലിപ്പം കണ്ടു. മൂന്നാറിലേക്ക് പോയപ്പോ വലിയ വിശാലമായ തേയിലത്തോട്ടം കണ്ടു. എന്തൊരു ഭംഗിയാ, അൽഹംദുലില്ലാഹ്, എന്ത് രസാ കാണാൻ അല്ലേ. വലിയ 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 കൊക്കകളും കുണ്ടുകളും കുഴികളും അപകടം നിറഞ്ഞ സൂയിസൈഡ് പോയിന്റുകളും ഒക്കെ കാണുമ്പോ പടച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അവിടെയും അല്ലാ എന്ന ചിന്ത. യദ്കുറൂനല്ലാഹ, അല്ലാഹനെ ഓർക്ക. മാത്രമല്ല ഓർത്തോർത്ത് അവര് പറഞ്ഞു പോകും, ഇതൊക്കെ പടച്ചോനെ നിന്റെ ഒരു സൃഷ്ടി, ഇതൊക്കെ നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ അല്ലാഹ്, ഒന്നും വെറുതെ. ഈ ഒരു ചിന്തയിലേക്കാവണം സത്യവിശ്വാസി പോകേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്നത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടാം. അള്ളാഹു പ്രതികരിക്കും, ദുആ ചെയ്താലും പ്രതികരിക്കും. അള്ളാഹുവിനോട് എന്ത് പറഞ്ഞാലും അവൻ പ്രതികരിക്കും. അവനോട് എന്ത് പ്രവൃത്തിയിലൂടെ മുന്നിട്ടാലും അവന്റെ പ്രവൃത്തി തിരിച്ചുണ്ടാകും. അങ്ങനത്തെ ഒരു വലിയ പ്രതികരണമാണ് അള്ളാഹു, വലിയൊരു പ്രതികരണമാണ് അള്ളാഹു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് ഒന്നുകൂടി ഓതുകയാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യ്, എന്നോട് നന്ദി കേട് കാണിക്കല്ലേ. ഈ ആയത്ത് അൽ ബഖറയുടെ 152 ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നു, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ ബിത്തൗബത്തി അദ്കുറുക്കും ബിഖബൂലി വമഗ്ഫിറതി, തൗബ കൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ തൗബ സ്വീകരിച്ചുകൊണ്ടും നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകിക്കൊണ്ടും ഞാൻ നിങ്ങളെ തിരിച്ചോർക്കും. ഫദ്കുറൂനി ബിദ്ദുആഇ, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടാണ് എന്നെ ഓർക്കുന്നത് എങ്കിൽ അദ്കുറുക്കും ബിൽ ഇജാബത്തി, ദുആക്ക് ഇജാബത്ത് ഞാൻ നൽകിയിട്ടാണ് നിങ്ങളെ ഓർക്ക. ഇനി കേട്ടോളൂ, മഹാന്മാരായ പലരും ഇതിന് കൊടുക്കുന്ന മറ്റൊരർത്ഥം കണ്ടോളൂ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുന്നു ഫീ മഹ്ദിക്കും, നിങ്ങളുടെ കിടപ്പറയിൽ. എന്നാൽ അദ്കുറുക്കും ഫീ ലഹദിക്കും, നിങ്ങളെ ഞാൻ ഓർക്കുന്നത് നിങ്ങൾ ഖബറിൽ ചെല്ലുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ വഹുവ തസ്ബീതു ബിൽ ഖൗലി സാബിതി, നിലപാടുകൾ ഉറച്ച വർത്തമാനം മറുപടിയായി മഹാന്മാരായ മലക്കുകളോട് മറുപടി പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കുള്ള സഹായമായി ഞാൻ നിങ്ങളെ ഓർക്കും. ഹീന യസ്അലുഹുൽ മലക്കാനി ഫീ ഖബ്രിഹി അൻ റബ്ബിഹി വഅൻ ദീനിഹി വഅൻ നബിയിഹി, ചോദിക്കുന്ന സന്ദർഭത്തിൽ മലക്കിന്റെ ചോദ്യത്തിന് മറുപടി പറയാനായി നിങ്ങളെ ഞാൻ ഓർക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റബ്ബെന്ന ഓർമ്മ വർത്താനത്തിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാം. ഏതായാലും ചിന്തിച്ചോളും, മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, എന്റെയും നിങ്ങളുടെയും ഖബറിന്റെ അകത്ത് വെളിച്ചം കിട്ടുന്ന 7 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്റെയും നിങ്ങളുടെയും ഖബറിന്റെ അകത്ത് നമുക്ക് വെളിച്ചം കിട്ടണോ? 7 കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഖബറിൽ വെളിച്ചമാ. കേട്ടോളൂ, മഹാന്മാര് പഠിപ്പിക്കുന്നു, 7 കാര്യങ്ങൾ ഖബറിനെ പ്രകാശിപ്പിക്കുമത്രേ. വകുല്ലു വാഹിദിൻ സാബിത്തും ബികിതാബില്ലാഹ്, ആ 7 കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാ. 7 കാര്യവും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ആ 7 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഖബർ പ്രകാശിക്കും. നമ്മുടെ ഖബറിൽ വെളിച്ചം കിട്ടാൻ ഈ 7 കാര്യം ജീവിതത്തിൽ ഉണ്ടാവണം. ഈ 7 കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഖബർ പ്രകാശിക്കും. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്. ഒന്നാമത്തേത് ഇഖ്ലാസ് ആണ്. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഒന്നാമത്തേത് ഇഖ്ലാസ് ആണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു, വേറെ ആരും ബോധിപ്പിക്കാനല്ല, ആത്മാർത്ഥമായി ചെയ്യുക. ഇഖ്ലാസ് ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതായി. ഇഖ്ലാസ് ഉണ്ടോ, ഖബർ വെളിച്ചമാണ്, ഖബർ വെളിച്ചമാകും. ഒന്നാമത്തേത് ഇഖ്ലാസ് ആണ്. അൽ ഇഖ്ലാസു ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ ഇഖ്ലാസ് വേണം. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട് ഇത് സംബന്ധമായിട്ട്. വളരെ ശ്രദ്ധേയമായ ഒരായത്ത് ഞാൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ
ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. പരിശുദ്ധ ഖുർആൻ. വമാ ഉമിറു, പൂർവകാലത്തെ വേദങ്ങളും പൂർവകാലത്തെ കിതാബുകളും കിട്ടിയ ആളുകളോട് പോലും കൽപ്പന, അതായത് ശറഅ് നിലനിൽക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഇബാദത്ത് ചെയ്ത ആളുകൾക്കൊക്കെ ഉള്ള കൽപ്പന, മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ ഇഖ്ലാസിൽ ചെയ്യൂ എന്നതാണ്. ഈ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഖബർ വെളിച്ച. ഒന്നാമത്തെ കാര്യം, ഖബറിൽ വെളിച്ചം കിട്ടാൻ ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് വേണം. എന്തും നല്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മാത്രം ബോധിപ്പിക്കുക. അവൻ എന്തെങ്കിലും എന്നോട് കാണിച്ചോട്ടെ, അവൻ അവരുടെ സംസ്കാരം കാണിച്ചു, അവരുടെ വകതിരിവ് കാണിച്ചു, ഞാൻ ആ വകതിരിവല്ല കാണിക്കണ്ടേ, ഞാൻ എന്റെ വകതിരിവാണ് അവനോട് കാണിക്കേണ്ടത്. അങ്ങനെയുണ്ട്. അവന്റെ വീട്ടിൽ മകളുടെ കല്യാണം നടന്നപ്പോ ഒരു അവഗണിച്ച രൂപത്തിലാണ് അവൻ എന്നെ ക്ഷണിച്ചത്. ഞാൻ ചെല്ലണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത പോലെ അവന്റെ അവഗണന. പക്ഷെ എന്റെ അയൽവാസിയല്ലേ, എന്റെ മൂത്താപ്പാന്റെ മോനല്ലേ, ഞാൻ അവനോട് പിണങ്ങാൻ പാടില്ലല്ലോ, അവനെന്റെ കുടുംബല്ലേ. അവന്റെ വകതിരിവ് വന്ന് എന്റെ വീട്ടിൽ കാണിച്ചു. ഞാൻ ആ ക്ഷണത്തെ മാന്യമായി സ്വീകരിച്ച് ഞാൻ എന്റെ വകതിരിവ് അവനോട് കാണിക്കണം. എന്റെ മകളുടെ കല്യാണം ഉണ്ടാകുമ്പോൾ അതിലും ഭംഗിയായി ഞാൻ അവനെ ക്ഷണിക്കണം, ഞാൻ എന്റെ വകതിരിവ് കാണിക്കണം. ആ ഒരു കാണിക്കൽ ആരെ ബോധ്യപ്പെടുത്തിയിട്ടാ? അത് അള്ളാഹനെ ബോധ്യപ്പെടുത്തിയിട്ട്. ഫീ സബീലില്ല എന്ന് പറഞ്ഞിട്ടൊരു പെട്ടി തന്നെ നമുക്ക് ഉണ്ടാവണം. ഫീ സബീലില്ല, പെട്ടി വെക്കണം എന്നുള്ള അതിനർത്ഥം. കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ വിട്ടുകളയണം. അത് ആ പെട്ടിയിലേക്കുള്ളതാ. ആ പെട്ടി നമുക്ക് നാളെ കിട്ടും. അള്ളാഹനെ ബോധിപ്പിച്ച് പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച. അതാ പെട്ടിയിൽ നിക്ഷേപിക്കുക. നമ്മൾ നേരെ ചീത്ത പറഞ്ഞ ആള് നമ്മൾ പിണങ്ങാതെ ചിരിച്ചു കാണിച്ചതും, നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച ക്രൂരതകൾ നമ്മൾ മറന്നതും ക്ഷമിച്ചതും, കുടുംബബന്ധം നിലനിന്ന് പോകാൻ വേണ്ടി ഞാൻ കുറെ കണ്ണടക്കേണ്ടി വരുമല്ലോ, ആ കണ്ണടച്ചതും, വാപ്പായും ഉമ്മായും അങ്ങനെ കാണിച്ചപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയുന്നത് ആണ് ന്യായമെങ്കിൽ പോലും എൻ്റെ വാപ്പായും ഉമ്മായും ചെറുതായി പോകും. ഞാൻ അതങ്ങോട്ട് ക്ഷമിച്ചു. ആ ക്ഷമിച്ചതും ഒക്കെ ഇങ്ങനെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുക. ആ പെട്ടിക്ക് അള്ളാന്റെ പൊരുത്തം എന്നാ പറയാ. എന്നാൽ ഈ പെട്ടിയിലുള്ളതൊക്കെ നാളെ അവിടെ ചെല്ലുമ്പോൾ വലുതായിട്ട് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് വേണം. അപ്പൊ ഒന്നാമത്തേത് ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള 7 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യാ. ഇനി കേട്ടോളൂ, രണ്ടാമത്തേത് ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കാര്യങ്ങളിൽ സന്തോഷത്തോടുകൂടെ ഇടപെടുക. അവർക്ക് വേണ്ടത് ഒരു നല്ല വാക്കാണെങ്കിൽ ആ നല്ല വാക്ക് അതൊക്കെ ഗുണമാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക ഏറ്റവും വലിയ ഗുണം. അങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 5 വഖത്തിലെ നിസ്കാരം നിർവഹിക്കൽ. മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിലെ ഹദീസ് പറയുന്നുണ്ട്, ഈ ഖബർ പറയുന്നുണ്ട്, 5 വഖത്തിലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വഴിപ്പെടലും ആണെങ്കിൽ 5 വഖത്തിലെ നിസ്കാര ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമാണ്. അപ്പൊ നിസ്കാരത്തിന്റെ കൂടെ തന്നെ 5 നേരമെങ്കിലും ദുആ ഇറക്കണം എന്ന വാപ്പാക്കും വേണ്ടി. ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് റഹ്മാനായ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ ദുആ ഇറക്കുക. അപ്പൊ രണ്ടാമത്തെ കാര്യം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണിത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. എന്നാൽ നിന്റെ ഖബർ വെളിച്ചാകും. മൂന്നാമത്തേത്, അപ്പം നീ ചിന്തിക്കുക, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ഇനി എങ്ങനെയാ ഗുണം ചെയ്യാം? മരണപ്പെട്ടവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടാ, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ദുആ ചെയ്യലോടുകൂടെ അവരുടെ ഒരു പൊരുത്തം നമുക്ക് കിട്ടും. അതുവഴി നമ്മുടെ ഖബർ വെളിച്ചാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മൂന്നാമത്തേത് സിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കാതും ഖുർആൻ പറഞ്ഞതാണ്. വആതിദൽ ഖുർബാ ഹഖ്ഖഹു, കുടുംബബന്ധം ചേർക്കുക, നമ്മുടെ കുടുംബക്കാരോടുള്ളതായ ഹക്ക് നിർവഹിക്കുക. മഹാന്മാര് പറയുന്നുണ്ട്, നിനക്ക് ചെന്നു ചേരാനുള്ള വഴി, യാത്രയും എളുപ്പമാകുന്ന സാമ്പത്തികം നിന്റെ കയ്യിലുണ്ട്. എന്നാൽ നീ ചെന്നതുമില്ല, സംസാരിക്കാനുള്ള സൗകര്യവും നിന്നിലുണ്ട്, എന്നിട്ടും നീ മിണ്ടിയതുമില്ല എങ്കിൽ നീ കുടുംബബന്ധം മുറിച്ചവന. ഒരു വഴക്കും പിണക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈലും വാഹന സൗകര്യമൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ എത്രയോ കുടുംബബന്ധം നമ്മൾ മുറിച്ചു കളഞ്ഞത്. സിലു അർഹാമക്കും വലൗ ബിസ്സലാം,
ശുഅബുൽ ഈമാനിൽ മഹാനായ ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നു, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു അസ്സലാമു അലൈക്കും എന്ന പദം കൈമാറിയിട്ടാണെങ്കിലും കുടുംബബന്ധം നിലനിർത്തണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബബന്ധം ചേർക്കലാണ് ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള ഒരു പ്രധാനമായ കാര്യം. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തേത് അല്ലാ യുളയ്യിഉ മുറഹു ഫിൽ മഅസിയത്തി, കുറ്റകൃത്യങ്ങളിലായി ആയുസ് പാഴാക്കാതിരിക്കല. അള്ളാഹുവേ കാക്കണേ തമ്പുരാനെ. ഒരു 24 മണിക്കൂറിൽ ഇന്ന് ഈ 24 മണിക്കൂറിൽ ഞാൻ കൂടുതലും ചെയ്തത് തെറ്റാണോ നല്ലതാണോ? 2 മണിക്കൂർ എന്തായാലും ഈ 24 മണിക്കൂറിൽ ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല, പക്ഷെ 2 മണിക്കൂർ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ 24 മണിക്കൂറിനെ എങ്ങനെയാ ചെലവാക്കിയത്? അതാണ് ആയുസ്സിനെ സമയത്തെ തെറ്റുകളിലായി ചെലവ് ചെയ്യാതിരുന്നാൽ ഒന്നും ചെയ്യണ്ട, കയറി കിടന്ന് ഉറങ്ങിയാൽ മതി. കുറ്റം ചെയ്യണ്ട, നന്മയും ചെയ്യണ്ട. നന്മ ചെയ്യണ്ട എന്നല്ല, കുറ്റം ചെയ്യുമെന്ന് കാണുന്നിടത്ത് കുറ്റം ഒഴിവാക്കിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നന്മ തന്നെ ചെയ്യണമെന്നല്ല, ഒന്നും ചെയ്യാതിരിക്കുക എന്ന അവസ്ഥയുണ്ട്. ആ കുറ്റം ചെയ്യുന്ന സമയത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും കുറ്റത്തിൽ നിന്നും ഒഴിവായി നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. കുറ്റം ചെയ്യാതിരിക്കുക, തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഇബാദത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പാപങ്ങളിലായ ആയുസ് പാഴാക്കാതിരിക്കലാണ് നാലാമത്തെ കാര്യം. ഖബറിൽ വെളിച്ചം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഓർക്കണേ. അതായത് കുറ്റം ചെയ്തുകൊണ്ടും തെറ്റ് ചെയ്തുകൊണ്ടും ആയുസ് പാഴാക്കല്ലേ എന്നതിന് അർത്ഥം. ഇനി കേട്ടോളൂ, ഖബറിൽ വെളിച്ചം കിട്ടുന്ന അഞ്ചാമത്തെ കാര്യം അല്ലാ യത്തബിഅ ഹവാഹു, സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ വല്ലാതെ പോവല്ലേ. എന്താഗ്രഹിക്കണോ അത് വാങ്ങാം, എന്താഗ്രഹിക്കണോ അവിടെ പോവാ, ആഗ്രഹിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടം. ആഗ്രഹിച്ചതിൽ അഡ്ജസ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല മനുഷ്യന്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ആഗ്രഹിച്ചതിൽ അഡ്ജസ്റ്റ്മെന്റ് മനുഷ്യന് കഴിയൂല. അങ്ങനെയുണ്ട്. ഇന്ന് പല നിലക്കുള്ള അഡിക്റ്റിംഗ് ആണ്. നമുക്ക് ചിലര് ലഹരിക്ക് അടിമപ്പെടാറുണ്ട്, ചിലര് അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായി മൊബൈൽ മാറിയിരിക്കുകയാണ്. മറ്റു ചിലര് ലഹരിക്ക് അടിമപ്പെടുന്ന പോലെ അടിമപ്പെടുന്ന മറ്റൊരു കാര്യമാണ് പർച്ചേസിങ്ങിന് അടിമപ്പെടാം. പർച്ചേസ് ചെയ്യാതെ ഒന്നും പറ്റില്ല. ഒരാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ വഴി വരുത്താതെ ഒരാൾക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള ശരീരത്തിന്റെ താല്പര്യങ്ങളെ പരമാവധി നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ശരീരത്തിന്റെ താല്പര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക, ശരീരത്തെ സൂക്ഷിക്കുക. അങ്ങനെ വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ളൊരു പേടി കൊണ്ടല്ലാതെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന് ഓർത്തപ്പോഴാണ് അവനൊരു തെറ്റ് ഒഴിവാക്കിയത്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം ഉണ്ടെന്ന് ഖുർആൻ. അപ്പൊ സ്വന്തം ശരീരത്തിന്റെ താല്പര്യത്തെ ഒഴിവാക്കുക എന്ന അഞ്ചാമത്തെ കാര്യം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന ചിന്തയാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായത്. അപ്പോഴാണ് അവൻ കരഞ്ഞു പോയത്. എന്നാൽ അവന് സ്വർഗത്തിൽ 2 തോട്ടമുണ്ടെന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, ആ 2 തോട്ടം കിട്ടുന്ന മനുഷ്യൻ ഈ കണ്ണുനീരിന്റെ കണക്കിലാണ് അവിടെ തോട്ടത്തെ അർഹമാക്കുക എന്ന് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഫീഹിമാ ഐനാനി തജ്രിയാനി ലിമൻ കാനത് ഐനാഹു ഫിദ്ദുനിയ തജ്രിയാനി മിൻ മഖാഫത്തില്ലാഹി തആല. അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞ ആ കണക്ക് വെച്ചിട്ടായിരിക്കും സ്വർഗത്തിൽ അവന് തോട്ടം കിട്ടുക എന്ന് മഹാനായ ഇമാം ഖുർത്തുബി ഈ ആയത്തിന് വ്യാഖ്യാനം പറയുന്നിടത്ത് കാണാം. ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒരു പ്രധാന വിഭാഗമാണ് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫളത ഐനാ. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. പടച്ച റബ്ബേ,
ഞാനൊരു വലിയ ആശുപത്രിയുടെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് രോഗികൾ എന്നെ പോലെ കുടുംബവും സന്തോഷവും ബിസിനസ്സും എല്ലാ സൗകര്യങ്ങളും ഒരു സമയം വരെ കയ്യിലുണ്ടായിട്ട് ഇപ്പൊ രോഗവും വേദനയും കഷ്ടപ്പാടുമായി കഴിയുന്നു. അൽഹംദുലില്ലാഹ് പടച്ചോനെ, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു എന്ന് മനസ്സിൽ തട്ടി ഒരു അൽഹംദുലില്ലാഹ് പറയുമ്പോ കരഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അള്ളാനെ ഓർത്തിട്ടാ അവൻ കരഞ്ഞത്. ആ മനുഷ്യന് അർശിന്റെ തണലുണ്ടെന്ന് സ്വഹീഹ് മുസ്ലിം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന ഓർമ്മ വരുമ്പോ ശരീരത്തിന്റെ താല്പര്യത്തെ നിയന്ത്രിക്കാൻ കഴിയലാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തേത് അയ്യജ്തഹിദ ഫീ ത്വാഅത്തില്ലാഹ്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് വേഗത്തിൽ ചെയ്യാം. സ്പീഡിൽ ചെയ്തു തീർക്കാന്നല്ല, ആ നന്മ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ വേഗം ആക്കുക. വേഗം ആ നന്മയിലേക്ക് എത്താ, വൈകല്ലേ. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഉദാഹരണം വാങ്കുളിച്ച നേരത്തെ നിസ്കരിക്കാൻ ശീലിക്കുക, സദഖ ചെയ്യാൻ തീരുമാനിച്ചത് വൈകാതെ കൊടുക്കുക. അങ്ങനെയുള്ളതായ നന്മകൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഹജ്ജിന് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വൈകരുത്, ഈ കൊല്ലം തന്നെ അപേക്ഷ വെക്കാം. ഉംറക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ വേഗം തന്നെ തുടങ്ങാം. നന്മ ചെയ്യാൻ വേണ്ടി സമയം ബാക്കി വെക്കാതെ പെട്ടെന്ന് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ പിടിപിടിന്ന് ചെയ്യുക. ആ രീതിയിൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ വേഗം നന്മയിലേക്ക്. ഇത് ഖുർആൻ പറഞ്ഞ കാര്യം. ഖബറിൽ വെളിച്ചം കിട്ടാൻ നന്മയിലേക്ക് ധൃതി വെക്കാം. ഏഴാമത്തെ കാര്യം കേട്ടോളൂ, അള്ളാഹുവിന്റെ സ്വർഗലോകത്തിലേക്ക് വേഗമെത്താൻ, ഖബറിന്റെ അകത്ത് വെളിച്ചം കിട്ടാൻ ഏഴാമത്തെ കാര്യം കൂടുതൽ ദിക്ർ ചൊല്ലുക. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും. അതാണ് നമ്മുടെ വിഷയം. ഇരുന്നോടത്തുനിന്ന് എണീക്കുമ്പോ, ഇരിക്കാൻ പോകുമ്പോ, കിടക്കാൻ പോകുമ്പോ എപ്പോഴും അല്ലാ അല്ലാ എന്ന പരാമർശമുള്ള വർത്തമാനം ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്നുവോ, അള്ളാനെ പരാമർശിച്ചുകൊണ്ടുള്ള വർത്തമാനം എത്ര നീണ്ടുപോയാലും അത് മുഴുവനും ദിക്റാണ്. സത്യം പറഞ്ഞുകൊണ്ട് അള്ളാന്റെ പരാമർശത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ആശയത്തിലുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ, പടച്ചോനെ പരാമർശിക്കുന്ന ഒരു വർത്താനാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, രണ്ട് സുഹൃത്തുക്കളും ഇല്ല സംസാരിച്ചതാണ്. അവർ കുറെ കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ ആ വിശേഷങ്ങൾ പങ്കുവെച്ചതാ, കഥകൾ പറഞ്ഞതാ. പക്ഷെ അതിന്റെ ഇടയിൽ മുഴുവനും അള്ളാനെ പരാമർശിച്ചുകൊണ്ട് ആ പടച്ചോന്റെ സഹായമാണ് ഞാൻ അവിടെ പോയത്, ഇങ്ങനെ പോയത്, അങ്ങനെ പോയത്, ഇങ്ങനെ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ടുള്ള വർത്താനം മുഴുവനും ദിക്റാണ്. ഏഴാമത്തെ കാര്യം റബ്ബിന്റെ ദിക്ർ ജീവിതത്തിൽ നിലനിർത്തുക. ദിക്ർ വർദ്ധിപ്പിക്കുക. ദിക്ർ കൂടുതലുള്ള ആളുടെ ഖബർ വെളിച്ചായിരിക്കും. ദിക്ർ കൂടുതലുള്ള ആളുടെ ഖബർ വെളിച്ചമാണ്. ഈ വരുന്ന ആഴ്ചയിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വിവാഹമാണ്. എന്റെ പ്രിയ സുഹൃത്ത്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ആ ചെറുപ്പക്കാരൻ കല്യാണത്തിന് മുന്നേ 1 കോടി സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചിരുന്നു. 67 ലക്ഷം സ്വലാത്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം സ്വലാത്തുൽ ഫാത്തിഹാണ് എൻ്റെ പ്രിയ സഹോദരൻ. ഇപ്പൊ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞതാ, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. കൂട്ടുകാരൻ എന്ന് പറയല്ല, എൻ്റെ ഒരു അനുജൻ, അദ്ദേഹം എന്നോട് പറഞ്ഞതാ. അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ കല്യാണം. അള്ളാഹു എല്ലാം റാഹത്താക്കി കൊടുക്കട്ടെ. ദിക്ർ വർദ്ധിപ്പിക്കുന്ന ആളുടെ ഖബറിൽ, ദിക്ർ വർദ്ധിപ്പിക്കുന്ന ആളുടെ ഖബറിൽ അത് വെളിച്ചമാണ്. പലരെയും കാണാനുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പലരും സ്വന്തം ഖബറിലേക്ക് വേണ്ടി ഇത്രയും ദിക്ർ ചൊല്ലി എന്ന് പറയുന്നവരുണ്ട്. ദിക്ർ വർദ്ധിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പഴയ കാലത്തെ കാരണവന്മാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം തന്നെ എൻ്റെ വല്ലുപ്പ ഈ അടുത്ത ദിവസം വീട്ടില് ദുആ ഇറക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ദുആ ഇറക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ സദസ്സ് കൂടിയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ 13.5 ലക്ഷം സ്വലാത്ത് ഞാനിപ്പോൾ ചൊല്ലിയിട്ടുണ്ട്, അതും ദ്വാരന്നേക്ക്. അത് ദ്വാരന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഏതാനും ഒരാഴ്ച കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു 6 ലക്ഷം ദിക്ർ ഞാൻ വേറെ ചൊല്ലിയിട്ടുണ്ട്, അത് ദ്വാരക്ക്. ഇങ്ങനെ നമ്മുടെ കാരണവന്മാർ, പൂർവികരായ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഈ ഇബാദത്തുകൾ അവരുടെ ഖബറിലേക്ക് ഉപകാരപ്പെടുമെന്ന ധാരണയിൽ ദിക്റുകളും ഒക്കെ ഇങ്ങനെ കൂടുതൽ ചൊല്ലുന്നു. അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്ന ഈ ശീർഷകത്തിലുള്ള നമ്മുടെ ഈ ചർച്ച ശരിക്കും റബ്ബിനെ ബോധ്യപ്പെടലിലേക്ക് സഹായമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ ഞാൻ